കുട്ടികളെ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 5ാമത്തെ മൊഡ്യൂളാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അതിന്റെ നോട്ട്സ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം, നിങ്ങളുടെ മൂഡിലും അതേപോലെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ വെജിറ്റബിൾ ഡ്രഗ്സ് എന്ന് പറയുന്ന 5ാമത്തെ ഒരു മൊഡ്യൂളാണ്. എന്താണ് വെജിറ്റബിൾ ഡ്രഗ്സ്? സോഴ്സ് ഓഫ് വെജിറ്റബിൾ ഡ്രഗ്സ്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമ്മൾ വെജിറ്റബിൾ ഡ്രഗ്സ് ഉണ്ടാക്കുന്നത്? ബയോളജിക്കൽ, ജിയോഗ്രാഫിക്കൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ബയോളജിക്കൽ ഡ്രഗ്സ്, പ്രൊഡക്ഷൻ ഓഫ് വെജിറ്റബിൾ ഡ്രഗ്സ്, റോൾ ഓഫ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഡിറ്റോറിയേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് ദെയർ കൺട്രോൾ മെഷേഴ്സ്, അഡൾട്രേഷൻ ഓഫ് ഡ്രഗ്സ്. ഇത്രയാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത്. നമുക്കറിയുന്ന ഒരു ടോപ്പിക്കാണ്. ഓൾറെഡി ജസിൽ സാർ നിങ്ങളുടെ അടുത്ത് ഫാർമക്കോഗ്നസി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഡ്രഗ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിൽ പ്രതിപാദിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ് മുരിങ്ങ, അല്ലെ? ഗ്രാം പെർ ഗ്രാം ഇൻ ന്യൂട്രീഷൻ മുരിങ്ങ. മുരിങ്ങയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല് അതിൽ നമുക്കറിയാം 2 അതായത് ഡബിൾ ആണ് പ്രോട്ടീനേക്കാളും. യോഗേട്ടിലെ പ്രോട്ടീനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്. വൈറ്റമിൻസ് ഓഫ് കാരറ്റ്, അല്ലെ? 4 തവണ കൂടുതലാണ് കാരറ്റിനേക്കാളും കൂടുതൽ. പിന്നെ ബനാനിനേക്കാളും പൊട്ടാസ്യം കണ്ടന്റ് ഉണ്ട്. ദെൻ മിൽക്കിലുള്ള കാൽസ്യത്തിനേക്കാളും 4 ഇരട്ടി കാൽഷ്യം ഉണ്ട്. ദെൻ ഓറഞ്ചിലുള്ള വൈറ്റമിനേക്കാളും കൂടുതൽ വൈറ്റമിൻസ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെജിറ്റബിൾസ്. വളരെ നല്ല ഒരു വെജിറ്റബിൾ ആണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നത്? നോക്കാം നമുക്ക്. നോക്കൂ നിങ്ങള്. ദിസ് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് മുരിങ്ങ. മുരിങ്ങയുടെ ഇത്രയും എന്തൊക്കെ ബെനിഫിറ്റാ ഉള്ളത് നോക്കൂ നിങ്ങൾ. പ്രൊമോട്ട്സ് ബ്യൂട്ടിഫുൾ സ്കിൻ, stimulates hair growth, anti-ulcer, normalize blood sugar, vision improvement, improve digestion, reduces wrinkleness, nutrition for infants 6 months and older and pregnant nursing mothers, liver protection, treats urinary disorders, detoxification, treats kidney stones, headache, increased mental clarity, improve wound healing, reduce risk of cancer, regulates chronic constipation problems, great for joint pains. So ഞാൻ പറഞ്ഞു വന്നത്, this is an important vegetables as far as the nutrient content is concerned. ന്യൂട്രിയൻ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നായിട്ട് ഇതിൽ എന്തുണ്ട്, പലതരത്തിലുള്ള സോഴ്സും ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാർമക്കോഗ്നസി ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇതിൽ ഒരുപാട് തലത്തിലുള്ള ഒരുപാട് രീതിയിലുള്ള ഡ്രഗ്സ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രഗിന്റെ ഫീൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയ ഫാക്ടർ. നോക്കൂ നിങ്ങൾ, ഇത് ബൊർഹേവിയ ഡിഫ്യൂസയാണ്, അല്ലെ? തഴുതാമ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ആണ്, അല്ലെ? ഇതിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് ബൊർഹേവിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ട്. തഴുതാമ ഏകദേശം 47ഓളം ഔഷധ അല്ലെങ്കിൽ മരുന്നുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇവിടെ നമുക്കറിയാം ഇത് എങ്ങനെയാണ് ലബോറട്ടറിയിൽ പ്രോസസ് ചെയ്യുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഫാർമക്കോഗ്നസിയിൽ ജസിൽ സാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനിവിടെ പറയുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നത് നമുക്ക് അതിനൊരു ഹിസ്റ്റോറിക് ആസ്പെക്ട്സ് ഉണ്ട്, അല്ലെ? നമുക്കറിയാം, നമ്മളെ വീട്ടിലാണെങ്കിലും ആയുർവേദശാലയിലാണെങ്കിലും ഒക്കെ അതിൽ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് ഉണ്ട്. എങ്ങനെയാണ് അതിന് എക്സ്ട്രാക്ഷൻ നടത്തുന്നത്? അതിന് മുമ്പായിട്ട് നമുക്ക് ചില പ്ലാന്റുകൾ ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് ബൊർഹേവിയ ഡിഫ്യൂസ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്, അല്ലെ? തഴുതാമ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. എന്തുകൊണ്ട് തഴുതാമയിൽ നിന്നുള്ള ഇല ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഔഷധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? ബിക്കോസ് വി ക്യാൻ സേ ദാറ്റ് ഇതിന് ഒരുപാട് ട്രഡീഷണൽ യൂസസ് ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. എന്തൊക്കെയാണ്? ലിവർ ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യാം, യൂറിനറി ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യാം, ഇൻഫ്ലമേഷന് യൂസ് ചെയ്യാം, ഇൻഡസ്റ്റൈനൽ പ്രോബ്ലത്തിന് യൂസ് ചെയ്യാം, ഇൻഫെക്ഷ്യസ് ഡിസീസിന് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ അതില്ലെങ്കിൽ പോലും ആദിവാസികളുടെ ഇടയിലൊക്കെ ഒരുപാട് ഈ പറയുന്ന പർട്ടിക്കുലർ പ്ലാന്റ് വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഒരുപാട് ബയോ ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഡ്രഗ്സിന് വേണ്ടി വെജിറ്റബിൾ ഡ്രഗായി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആൽക്കലോയിഡ് ആണ്. ദെൻ ഫ്ലാവിനോയിഡ് ഉണ്ട്, ഫിനോളിക് കോമ്പൗണ്ട് ഉണ്ട്, ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, ഫിനോളിക് ആസിഡ്സ് ഉണ്ട്, ദെൻ റൊട്ടിനോയിഡ്സ് ഉണ്ട്. ഇതെല്ലാം ഡ്രഗ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ്സിനെ നമ്മൾ പറയാൻ പോകുന്ന ഡ്രഗ്സിനെ ഇൻഡ്യൂസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ, ഡ്രഗ്സിന്റെ പ്രൊഡക്ഷൻ
ഇൻഡ്യൂസ് ചെയ്യാൻ ഒരു പ്ലാന്റിൽ സഹായിക്കുന്ന കോമ്പണന്റുകളാണ്. ദെൻ ഇതിന് വളരെ പ്രധാനമായിട്ട് നമ്മൾ ആന്റി ഡിപ്രസന്റ് ആക്ടിവിറ്റി ഉണ്ട്, ആന്റി ക്യാൻസറസ് ആക്ടിവിറ്റി ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി കൺവേഴ്സലന്റ് ആൻഡ് ഇമ്മ്യൂണോ മോഡുലേറ്ററി ആക്ടിവിറ്റി ഒക്കെ ഇതിന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫാർമക്കോളജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആയി മാറുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലാണ് ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ ആദ്യം തന്നെ അതിന്റെ ഇല നമ്മൾ പൊടിച്ചിട്ട് ഡ്രൈ ആക്കുന്നു. അതിനുശേഷം ഒരു സോക്സലൈറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്ട്രാക്ഷൻ നടത്തുന്നു. എക്സ്ട്രാക്ഷൻ നടത്തിയതിനു ശേഷം അതൊരു പെർട്ടിക്കുലർ ക്യുവറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു അപ്പൻഡ് ഓഫ് ട്യൂബിലേക്കോ മാറ്റിയിട്ട് അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ we can get a particular structure. This is called bioactive structure, that is called vincristine. ഇത് കതറാന്തസ് റോസിയസ് എന്ന് പറയുന്ന നമ്മുടെ നിത്യകല്യാണി എന്ന് പറയുന്ന പ്ലാന്റിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണ് വിൻക്രിസ്റ്റൈൻ. ആന്റി കാർസിനോജനിക് എഫക്റ്റ് ആണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു വെജിറ്റബിൾ ഡ്രഗ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. വെജിറ്റബിൾ ഡ്രഗ്സ് ഉണ്ടാക്കാൻ കഴിയുന്നത് ആദ്യം തന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന്റെ ഏതാണോ ഔഷധ ഉപയോഗമുള്ള ഭാഗം, ആ ഭാഗം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ എക്സ്ട്രാക്ഷൻ നടത്തിയിട്ട് GCMS പോലെയുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിലുള്ള ആക്റ്റീവ് കോമ്പണന്റ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. ആ കോമ്പണന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡ്രഗ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ബയോ ആക്റ്റീവ് കോമ്പണന്റ് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ ഇവിടെ കതറാന്തസ് റോസിയസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ദ കോമ്പൗണ്ട് ഇസ് കോൾഡ് വിൻക്രിസ്റ്റൈൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെജിറ്റബിൾ ഡ്രഗ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ദെൻ ടൈഫോണിയം എന്ന് പറയുന്ന വേറൊരു പ്ലാന്റ് ആണ്. അതിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ഒരുപാട് കോമ്പണന്റ് ഉണ്ട്. വി ക്യാൻ സേ ദാറ്റ് സെറിബ്രോസൈറ്റ്സ്, ദെൻ ഫിയോഫ്രോബൈറ്റ്സ് ആൻഡ് സ്റ്റീറോയിഡ്സ്, ഇതെല്ലാം ഈ പെർട്ടിക്കുലർ പ്ലാന്റിൽ ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും അപ്പൊ ഈ പ്ലാന്റിൽ നിന്നാണ് ചില ഡ്രഗുകൾ നമ്മൾ ഉണ്ടാക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആന്റി ക്യാൻസർ ആക്ടിവിറ്റി ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദിസ് പ്ലാന്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് സർട്ടൻ ഡ്രഗ്സ് which will reduce cancer. Then അങ്ങനെ ഡീറ്റെയിൽ ആക്കി ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഓരോ പ്ലാന്റിനും ഓരോ പ്ലാന്റിൻ്റെതായ രീതിയിലുള്ള ഡ്രഗ്സ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമുക്കറിയാം ഓരോ പ്ലാന്റിനും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ ജിഞ്ചർ, ഇഞ്ചി എന്ന് പറയുന്ന പ്ലാന്റ് നമ്മളെ മുമ്പിലുണ്ട്. അതിന് നമുക്കറിയാം ഫ്ലേവർ ഉണ്ട് അല്ലെ, അതിന് അരോമയുണ്ട്, പഞ്ചൻസ് ഉണ്ട്. അതിന്റെ കാരണം അതിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് ഉണ്ട്. ഏതാണ് ആ കോമ്പണന്റ്? That component is called gingerbread. Okay, ginger is a flavor influenced by number of components. The pungency of fresh ginger comes from gingerol, whilst flavor also comes from gingerbread. Then, എന്തൊക്കെയാണ് ഇതിന്റെ potential health benefit? A number of the components in the ginger are bioactive. Chagol has a strong anti-coughing effects, while ginger has anti-inflammatory and analgesic properties. Studies have also suggested that this particular gingerol inhibits production of new blood vessels, which may make it useful in the treatment of tumors. Ginger has additionally been found to be more effective than a placebo for treating nausea during pregnancy and chemotherapy. When I am പറഞ്ഞു വന്നത്, this particular ginger is used for wide spectrum of disease, or we can say that it is act as an important immuno-boosting or immunity boosting material as far as certain health problems are concerned. Then ഇതേപോലെ തന്നെ നമുക്ക് ടൊമാറ്റോയെ നമുക്ക് കാണാൻ പറ്റും. ടൊമാറ്റോസ് ഇതേപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പെർട്ടിക്കുലർ വെജിറ്റബിൾ ആണ്. അതിലും നമുക്ക് ഇതേപോലെ തന്നെ എന്താ പറയാ പല തരത്തിലുള്ള കോമ്പണന്റ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹെക്സനൈൽ, ദെൻ ലൈക്കോപീൻ. ഇതിലുള്ള ലൈക്കോപെർസിക്കം എസ്കുലൻഡം എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒന്ന് ഈ പറയുന്ന ലൈക്കോപിൻ എന്ന് പറയുന്ന കോമ്പണന്റ് ആണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, വി ക്യാൻ സേ ദാറ്റ് നമ്മൾ ഈ ടോപ്പിക്കിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വെജിറ്റബിളിൽ നിന്ന് ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഫാർമക്കോഗ്നസി ഈസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻസ് ഡെറൈവ്ഡ് ഫ്രം നാച്ചുറൽ സോഴ്സസ്. ഓൾറെഡി നിങ്ങളെടുത്ത് ജസീൽ സാർ ഫാർമക്കോഗ്നസി പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ചില വെജിറ്റബിളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ പേരാണ് കേട്ടോ ഫാർമക്കോഗ്നസി. The American Society of Pharmacognosy defined pharmacognosy as a study of the physical, chemical, biochemical and biological properties of the drugs
drug substance or potential drugs or drug substance of natural origin, as well as the search for new drugs from natural sources. ഇതാണ് യഥാർത്ഥത്തിൽ ഫാർമക്കോഗ്നസിയുടെ ഡെഫിനിഷൻ. പിന്നെ അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഓൾറെഡി സാറ് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു ഹിസ്റ്റോറിക് ഡെവലപ്മെന്റ് നമുക്ക് പറയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് വെജിറ്റബിൾ ഡ്രഗ്സിന് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്? മോഡേൺ ഐസൊലേഷൻ ടെക്നിക്സ് നമ്മുടെ നാട്ടിൽ വന്നു എന്നുള്ളതാണ്. പുതിയ ഐസൊലേഷൻ ടെക്നിക്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദിസ് പർട്ടിക്കുലർ ബ്രാഞ്ച് ഈസ് ഹാവിംഗ് immense potential in the field of medicine. Pharmacological testing produces procedures to prepare purified substances. Cultivation and propagation by tissue culture. ഇപ്പൊ ചില പ്ലാന്റുകൾ വളരെ റെയർ ആണ്. അങ്ങനെ റെയർ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഒരുപാട് കൾട്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പ്ലാന്റുകൾ ഒത്തിരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിഷ്യൂ കൾച്ചർ വഴി ചില പ്രൊഡക്റ്റ്, ചില മെറ്റീരിയൽസ് നമുക്ക് ചില പ്ലാന്റുകൾ നമ്മൾ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. The history of natural products medicine, a great proportion of the natural products are used as drugs. The study of the drugs used by traditional healers is an important object of pharmacological research. അല്ലെ, നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ട്രഡീഷണൽ നോളജിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഹീലേഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷന്റെ ബേസിലാണ് പലപ്പോഴും പല മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കൃഷ്ണ തുളസി കഫ് സിറപ്പ് ഉണ്ടാവുന്നത് തുളസിയുടെ ഇലയിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മളെ വീട്ടിലെ മുറ്റത്തൊരു തുളസി തറയുണ്ടായിരുന്നു. ആ തുളസി തറയിൽ നിന്ന് ഇലയെടുത്ത് നമ്മുടെ തലയിൽ വെക്കുമ്പോൾ നമുക്കറിയാതെ ജലദോഷം പോയിരുന്നു എന്നുള്ളത് ഒരു ട്രഡീഷണൽ നോളജ് ആണ്. ബ്രിട്ടീഷുകാര് വന്നിട്ട് ഈ പറയുന്ന പർട്ടിക്കുലർ പ്ലാന്റ് എടുത്ത് കൊണ്ടുപോയിട്ട് അവരതിനെ പുതിയ മെഡിസിൻ ആക്കി ഉണ്ടാക്കി. റീസെന്റ് ആയിട്ട് നമ്മളെ വീട്ടിലെ ഈ പറഞ്ഞ തുളസിന്റെ തറ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ കൃഷ്ണ തുളസി കഫ് സിറപ്പ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫാർമക്കോഗ്നസിയുടെ പ്രധാനപ്പെട്ട ലിവിങ് എക്സാമ്പിൾ. ഇപ്പൊ നമ്മളെ വീടുകളിൽ നിന്ന് തുളസി തറ പോകുകയും പകരം കൃഷ്ണ തുളസി കഫ് സിറപ്പ് വാങ്ങുകയും ചെയ്യുന്നതിന്റെ ഹിസ്റ്റോറിക്കൽ ഈവന്റിനെയാണ് നമ്മൾ ഫാർമക്കോഗ്നസി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു വേൾഡ് ലെവൽ ഒരു ഹിസ്റ്റോറിക് റിച്ച് പെഡിഗ്രി നമ്മുടെ മുമ്പിലുണ്ട്. അത് ആര്യവൈദ്യമാണെങ്കിലും ആയുർവേദമാണെങ്കിലും ഒക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആയുർവേദ ചരക സംഹിതയിൽ നിന്ന് 2500 to 600 BC വരെ വി ക്യാൻ സേ ദാറ്റ് അത്രയും 6000 BC വരെ 6000 BC വരെ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക് ആസ്പെക്ട്സ് ആണ് ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട ആയുർവേദം. ദെൻ ഈജിപ്തിൽ ഉണ്ടായിരുന്നു. ഈജിപ്തിൽ എബേഴ്സ് പാപ്പിറസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ട്രഡീഷണൽ സിസ്റ്റം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള മെഡിസിൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ദെൻ സമറിയൻസ് ആൻഡ് അക്കാഡിയൻസ് 300 BC-യിൽ പലതരത്തിലുള്ള ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് വെജിറ്റബിൾ ഡ്രഗ്സുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. Then authors of antiquity, Hippocrates, the father of medicines, already ഇത്തരത്തിലുള്ള ഇൻഫർമേഷന്റെ ബേസിൽ മെഡിസിൻ ഉൽപ്പാദിപ്പിച്ച കഥ നമുക്കറിയാം. അതുകൊണ്ടാണ് ഹിപ്പോക്രാറ്റസ് വേൾഡിലെ ഹിസ്റ്ററിയിൽ മെഡിസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. Then Dioscorides 40 to 80 AD, Demetria Medica, 600 medicinal plants have already been discussed, and they are introduced different type of medicinal preparations from the plants they are using traditionally in a particular area of this particular country. Then Islamic era, അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രവാചകന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊക്കെ പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അല്ലെ, ഇബിൻ അൽ തബാരിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള മെഡിസിനൽ പ്രിപ്പറേഷൻസ് നമ്മുടെ നാട്ടിൽ അറേബ്യൻ കൺട്രീസിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പോഴും പോപ്പുലർ ആണ് എന്ന് പറയാറുണ്ട്. Then Ibn Sina, another important medical traditional practitioner, he also introduced different type of medicinal preparation from such type of plants. Then Ibn al-Bitar. Then the era of European exploration over 16th and 17th century. അതോടുകൂടിയാണ് 16ഉം 17ഉം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിന്നുള്ള ഇൻഫർമേഷന്റെ ബേസിലാണ് ഏറ്റവും കൂടുതൽ പിന്നീട് പലതരത്തിലുള്ള പ്രിപ്പറേഷൻസും വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പുതുതായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ പുതിയ തരത്തിലുള്ള മരുന്നുകളുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്ലാന്റിൽ ആൽക്കലോയിഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ആൽക്കലോയിഡ്സിന്റെ പ്രധാനപ്പെട്ട യൂസസ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ലോക്കൽ ആസ്തെറ്റിക് ആൻഡ് സ്റ്റിമുലന്റ്, കൊക്കൈൻ, ദ സൈക്കോളജിക്കൽ സിലോക്സിൻ ആൻഡ് ദ സ്റ്റിമുലന്റ് കഫീൻ, ഇതെല്ലാം ഇത്തരം നിക്കോട്ടിൻ, ഇതെല്ലാം ബേസിക്കലി ആൽക്കലോയിഡ് ആണ്. ഈ ആൽക്കലോയിഡിൽ നിന്നാണ് ഇങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള പല ആസ്പെക്ട്സിലുള്ള മരുന്നുകളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവുന്നത്
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആന്റി മലേറിയൽ ഡ്രഗ് വരെ, ആന്റി മലേറിയൽ ഡ്രഗ് ക്യുനൈൻ വരെ ഇതുവഴി ഉൽപ്പാദിപ്പിക്കും.